കടലാക്രമണ ഭീതിയിൽ സംസ്ഥാനത്തെ തീരദേശ മേഖല പൂന്തുറ അഞ്ചുതെങ്ങ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കടലാക്രമണം രൂക്ഷമാണ്. വീടുകളിൽ വെള്ളം കയറി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. വിവരങ്ങളുമായി പൂന്തുറയിൽ നിന്നും കെ പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഇപ്പോൾ കടലാക്രമണത്തിൽ വീടുകൾ തകർന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഏതൊക്കെ ഭാഗങ്ങളിലാണ് രൂക്ഷമായ കടലാക്രമണം ഉണ്ടായിരിക്കുന്നത്? അധികൃതർ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? രാജേഷ്, നമ്മളിപ്പോൾ ഉള്ളത് പൂന്തുറയിലാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാൻ പറ്റും എത്രത്തോളം കടൽ ഇവിടെ കയറി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. സാധാരണ വള്ളം അടുക്കുന്നൊരു പ്രദേശമാണ് പൂന്തുറ. ആ മേഖലയിലാകെ തന്നെ വള്ളങ്ങൾ പൂർണ്ണമായും ഇപ്പോൾ വലിച്ച അകത്തേക്ക് കയറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് നമ്മൾ രാവിലെ വരുമ്പോൾ ഇത്രയധികം വെള്ളം കയറിയിരുന്നില്ല. പിന്നീട് കടൽ കയറുന്ന പശ്ചാത്തലത്തിൽ, അതായത് കടലിനോട് ചേർന്ന് തന്നെയായിരുന്നു വള്ളങ്ങൾ അടുക്കി വെച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ സ്ഥിതിഗതികൾ കുറെ കൂടി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാൻ പറ്റും. ഓരോ സ്ഥലത്തു നിന്നും ഇപ്പോൾ വള്ളങ്ങൾ എടുത്തു മാറ്റുന്നത്, അതായത് നേരത്തെ കടലിന് ചേർന്നാണ് വള്ളം വെച്ചെങ്കിൽ ഇപ്പോൾ വള്ളങ്ങൾ എടുത്തു മാറ്റുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഇതാണ് പൊതുവെ തീരദേശ മേഖലയിൽ ഒരു സാഹചര്യം നിലനിൽക്കുന്നത്. ഒരു തരത്തിലും കടലിലേക്ക് ആളുകൾ ഇറങ്ങരുതെന്ന കർശന ജാഗ്രതാ നിർദ്ദേശം എല്ലാ സ്ഥലത്തും നൽകിയിട്ടുണ്ട്. വിനോദസഞ്ചാര സംവിധാനങ്ങൾക്കടക്കം വിലക്കുണ്ട്, മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. ഇത്തരത്തിൽ ഒരു സാഹചര്യമുണ്ട്. അഞ്ചുതെങ്ങ്, അതുപോലെ തന്നെ പൂത്തുറ അടക്കമുള്ള മേഖലകളാണ് കൂടുതലായി വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുള്ളത്. ഈ സ്ഥലങ്ങളിൽ 3ലധികം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ ആളുകൾ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളോട് ബന്ധുവീടുകളിലേക്കും മറ്റും മാറാനുള്ള നിർദ്ദേശമാണ് പ്രധാനമായി നൽകിയിട്ടുള്ളത്. വലിയ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ നിലവിൽ ഉണ്ട് എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ വള്ളങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാനുള്ള നടപടികളാണ് പ്രധാനമായും ഇപ്പോൾ തീരദേശ മേഖല കേന്ദ്രീകരിച്ച് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇവർ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ വള്ളങ്ങൾ ഉള്ളിലേക്ക് കയറ്റിവെക്കുന്ന നടപടി മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, പ്രധാനമായും ഈ പൂന്തുറയിലെ ജനങ്ങൾ പറയുന്നത് ഇവിടെ കടലാക്രമണം രൂക്ഷമാണ്. ആ രൂക്ഷമാകാൻ പ്രധാനപ്പെട്ട കാര്യം പുലിമുട്ട അടക്കമുള്ളവരുടെ അഭാവം തന്നെയാണ്. ഈ മത്സ്യത്തൊഴിലാളികൾ നിരന്തരമായി ആവശ്യപ്പെടുന്നതാണ് പൂന്തുറയിൽ പുലിമുട്ട് വേണമെന്നുള്ളത്. ജിയോ ബാഗുകൾ വെച്ച് കടലാക്രമണം തടയാനുള്ള നടപടികൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് വേണ്ട രീതിയിൽ പ്രായോഗികമായില്ല, അല്ലെങ്കിൽ പ്രവർത്തനമായില്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയധികം കടലാക്രമണം അവർക്ക് നേരിടേണ്ടി വരുന്നത്. അതുകൊണ്ട് അടിയന്തരമായി പുലിമുട്ട് നിർമ്മിക്കുക എന്നൊരു ആവശ്യമാണ് മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വെക്കുന്നത്. അക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഗൗരവമായി ഇടപെടൽ വേണം എന്നൊരു ആവശ്യം കൂടി അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ സമാനമായ സ്ഥിതി തന്നെയാണുള്ളത്. ആലപ്പുഴയുടെ തീരദേശ പ്രദേശങ്ങളിലാകെ തന്നെ വെള്ളം കയറിയ ഒരു അവസ്ഥയുണ്ട്. തൃക്കുന്നപ്പുഴ, ആറാട്ടുപുഴ അടക്കമുള്ള, പുന്നപ്പുറ അടക്കമുള്ള മേഖലകളിൽ വലിയ രീതിയിലുള്ള കടലാക്രമണം രൂക്ഷമാണ്. മറ്റ് ജില്ലകളുടെ ഭാഗങ്ങളിലും സമാനമായ രീതിയിൽ തന്നെയാണ്. എറണാകുളം ജില്ലയുടെ തീരപ്രദേശങ്ങളിലും സമാനമായി ചെല്ലാനം അടക്കമുള്ള സ്ഥലങ്ങളിലും ഈ ജാഗ്രത തുടരുക തന്നെയാണ്. ഓരോ മേഖലയിൽ തിരിച്ച് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ ഇത്തരം അധികം ഈ കടലാക്രമണം രൂക്ഷമാകാൻ കാര്യമെന്നത് തമിഴ്നാടിനോട് ചേർന്നുള്ള പ്രദേശത്ത് കടലാക്രമണം രൂക്ഷമാകുമെന്ന നേരത്തെ തന്നെ മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ കുറെ കൂടി ജാഗ്രത പാലിച്ച് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം നാളെ വരെ ഇത്തരം സാഹചര്യം ഉണ്ടാകും. മാത്രമല്ല 1.5 മീറ്റർ വരെ തിരമാലകൾ ഉയരുമെന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും സമുദ്ര ഗവേഷണ പഠന കേന്ദ്രവും ഒക്കെ നൽകുകയും ചെയ്തിട്ടുള്ളത്. രാജേഷ്, പ്രശാന്ത്, നമുക്ക് ഒരുപക്ഷെ മത്സ്യത്തൊഴിലാളികളോട് എന്തെങ്കിലും ചോദിച്ചറിയാൻ പറ്റുകയാണെങ്കിൽ ഒരു ആശങ്ക അവരുടെ മനസ്സിലുണ്ടാകും. കാരണം എപ്പോൾ വേണോ എന്ത് വേണോ സംഭവിക്കാവുന്ന ഒരു സാഹചര്യമാണല്ലോ. തീരദേശത്തുള്ള വീടുകൾ, അതോടൊപ്പം തന്നെ ഇവിടെ മത്സ്യബന്ധനത്തിനുള്ള ഉപകരണങ്ങൾ, ബോട്ടുകളൊക്കെ, ഇത് ഏതെങ്കിലും രീതിയിൽ ഒരു സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റുന്നത് തൽക്കാലം അപ്രായോഗികമാണ്. കാരണം നമുക്ക് ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇത്രയും കാര്യങ്ങൾ, ഇത് അധികൃതരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു മുൻകരുതൽ ഉണ്ടായിട്ടുണ്ടോ? നാട്ടുകാരുടെ അല്ലെങ്കിൽ പ്രദേശവാസികളുടെ പ്രതികരണം എങ്ങനെയാണ്? ആ കോള് കട്ടായിട്ടുണ്ടെന്ന് പറ അവരോട്. കെ പ്രശാന്തുമായുള്ള ടെലിഫോൺ ബന്ധം നഷ്ടമായിരിക്കുന്നു. എന്തായാലും രൂക്ഷമായ കടലാക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഭീതിയുമുണ്ട് തീരദേശവാസികൾക്ക്. പൂന്തുറ, അഞ്ചുതെങ്ങ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കടലാക്രമണം രൂക്ഷമാകുന്നു. നേരത്തെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മുന്നറിയിപ്പുണ്ടായിരുന്നു. വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. കെ പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പ്രദേശവാസികളുടെ അല്ലെങ്കിൽ തീരദേശത്ത് താമസിക്കുന്നവരുടെ ഒരു ഭീതി എങ്ങനെയാണ്? ഇതൊരു മുന്നറിയിപ്പ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു, രൂക്ഷമായ ഒരു കടലാക്രമണം ഉണ്ടാകുമെന്ന്. നേരത്തെ ആ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. വള്ളങ്ങളും ബോട്ടുകളും ഒക്കെ കരയ്ക്ക് അടുപ്പിച്ചിരിക്കുന്നു. അവർക്ക് ആശങ്കയിലുമാണ്. ഒരു രൂക്ഷമായ ഒരു കടലാക്രമണം ഉണ്ടായാൽ ഇതൊക്കെ ഒലിച്ചു പോകാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. എന്താണ് അവരുടെ ആശങ്ക? രാഷ്ട്രീയ തീർച്ചയായും നമുക്കൊപ്പം മത്സ്യത്തൊഴിലാളികൾ തന്നെ ചേരുന്നുണ്ട്. വലിയ ആശങ്കയിലേക്ക് പോവുകയാണ് കാര്യങ്ങൾ.
ഈ കടൽ തീരത്ത് കടൽ സ്വഭാവം എടുത്തിട്ട് കീഴാക്കുന്ന അറ്റത്തിൽ ഒരു വെള്ളം കടലടിച്ച് പൊട്ടിപ്പോയിട്ടുണ്ട്. ഇത് നോക്കാനായിട്ട് ഒരു മന്ത്രിമാരില്ല. ഇവർ രാവിലെ വന്ന് വാർത്ത എടുത്തുകൊണ്ടിരിക്കുന്നു. എത്രയോ വള്ളങ്ങൾ പൊട്ടിയയച്ചു. അതിന് ഒരു പരിഹാരം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും സ്വസ്ഥമായിട്ട് വാർത്തക്കാർ രാവിലെ തൊട്ട് ഈ വെയിലത്ത് എൻ്റെ കൂടെ ഇരുന്ന് പണി ചെയ്ത് വാർത്തയൊക്കെ കൊടുക്കുന്നുണ്ട്. വേറെ ഒരിക്കലും ഇവിടെ കിട്ടുന്നത് കീഴാക്കുന്ന അറ്റത്ത് 2 വെള്ളം പൊട്ടി കടലടിച്ച് പോകേണ്ടി ഇരിക്കുകയാണ്. രാജേഷ്, ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കടലാക്രമണം അതീവ രൂക്ഷമായ ഒരു സാഹചര്യത്തിലേക്ക്, അതായത് തീരെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് കൂടി വന്നിരിക്കുന്നു. കടൽ കയറി തുടങ്ങിയതിനെ വള്ളം ഇപ്പോൾ കടൽ എടുത്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ പറ്റും. വള്ളം കടൽ വലിച്ചുകൊണ്ട് പോവുകയാണ്. സ്വാഭാവികമായും ആ വള്ളത്തിന്റെ വലിയ കേടുപാടിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക എന്ന് പറയുന്നത് ഈ വള്ളം എടുത്തുകൊണ്ട് പോയി അതിന് നാശനഷ്ടം ഉണ്ടായാൽ ഒരു തരത്തിലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങളോ ബന്ധപ്പെട്ട ആരും തന്നെ എത്തുന്നില്ല എന്നുള്ളതാണ്. നാട്ടുകാർ വണ്ടി പക്ഷേ 3 വണ്ടിയൊന്നും പോരാ. വണ്ടി 6 വണ്ടി നമ്മൾ ഇവിടെ ഉള്ള കടപ്പുറത്തുള്ള എല്ലാ വണ്ടിയും വന്നാൽ തന്നെ നമുക്ക് മുതലാവത്തുള്ളൂ. ഈ വള്ളം ഇപ്പോൾ കടലെടുത്ത് തുടങ്ങിയല്ലോ. വള്ളം കടലെടുത്ത് തുടങ്ങിയല്ലോ. കടൽക്ഷോഭം നിറയെ ഉണ്ടായി. അതിനുവേണ്ടി തീർച്ചയായിട്ടും അതിൻ്റെ നടപടി ഉണ്ടാക്കണം. നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. നിറയെ വള്ളങ്ങൾ നാശനഷ്ടങ്ങളും ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. ഇതിനു വേണ്ടി എന്തെങ്കിലും നമുക്കൊരു നല്ല കാര്യം ചെയ്തിരിക്കണം ഇവിടെ. ഇതാണ് ഇവിടെ ഇങ്ങോട്ട് അധികാരം ആരും തന്നെ എത്തിയിട്ടില്ല. നമുക്ക് നേരത്തെ നമ്മൾ അല്പസമയം മുമ്പാണ് നമ്മൾ കണ്ടത് ഈ കെട്ടി, അതായത് മാറ്റി കടൽക്ഷോഭം പ്രതീക്ഷിച്ച് മാറ്റിയ വള്ളങ്ങളാണ് ഇപ്പോൾ വീണ്ടും കടലെടുത്ത് തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും ഈ വള്ളങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റുക എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച്. പക്ഷേ അതങ്ങനെ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല എന്നുള്ളത് കൂടിയാണ് അവർ പറഞ്ഞു വെക്കുന്നത്. സ്വാഭാവികവും നിലവിലെ സാഹചര്യത്തിൽ അതീവ രൂക്ഷമായ ആശങ്കയിൽ തന്നെ, അതിഭീകരമായ ഒരു ആശങ്കയിൽ തന്നെയാണ് പൂന്തുറയിലെ മത്സ്യത്തൊഴിലാളികളുള്ളത്. രാജേഷ്, പ്രശാന്ത്, ഇപ്പോൾ ആ വള്ളത്തിന് കാവൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ മത്സ്യത്തൊഴിലാളികൾ. നമുക്ക് ആ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇത്രയും ഈ വള്ളങ്ങൾ അവിടെ സുരക്ഷിതമല്ലാത്ത രീതിയിൽ അവർ എടുത്ത് അതിനെ മാറ്റി വയ്ക്കുന്നു. അതിന് കാവൽ നിൽക്കേണ്ട ഒരു സാഹചര്യം, കടലിൽ കൊണ്ടുപോകുമോ എന്ന ഒരു ഭയപ്പാട് കൂടി നിൽക്കുന്നു. ഇത്രയും സമയമായിട്ട് പോലും ആ മത്സ്യത്തൊഴിലാളി പറഞ്ഞതുപോലെ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. വാർത്ത രാവിലെ മുതലേ കൊടുക്കുന്നുണ്ട്. ഇന്നലെ മുന്നറിയിപ്പുണ്ടായിരുന്നു. ഒരു തരത്തിലും ഒരു അധികൃതർ ഇവർക്ക് വേണ്ട സുരക്ഷ ഒരുക്കുന്നതിനോ അല്ലെങ്കിൽ അതിൻ്റെ നിർദ്ദേശം കൊടുക്കുന്നതിനോ അവിടെ എത്തിയിട്ടില്ല എന്നാണോ നമുക്ക് മനസ്സിലാക്കേണ്ടത്? രാജേഷ്, തീർച്ചയായും നമുക്കറിയാം, നമ്മൾ രാവിലെ വരുമ്പോൾ തന്നെ ഈ വള്ളങ്ങൾ കുറച്ചുകൂടെ ഉള്ളിലേക്കായിരുന്നു, അതായത് തീരത്തോട് ചേർത്താണ് വെച്ചിരുന്നത്. പക്ഷേ പിന്നീട് കടൽ കയറി തുടങ്ങിയതോടുകൂടിയാണ് അവർ ഈ വള്ളങ്ങൾ കുറെ കൂടി ഉള്ളിലേക്ക് മാറ്റിയത്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഈ വള്ളങ്ങൾ എടുത്തു മാറ്റാൻ നിലവിലെ സാഹചര്യത്തിൽ സാധിക്കില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം ഇതിനപ്പുറത്തെ പുലിമുട്ടല്ല, കടൽഭിത്തിയാണ്. ഒപ്പം തന്നെ തീരവുമായി ചേർന്ന് നിലവിൽ തിരകളുടെ കയറിപ്പോരാവുന്ന സ്ഥലം ഇത് മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇത് ഫിഷ് ലാൻഡിംഗ് സെൻ്ററാണ്. അതുകൊണ്ട് ഇതിനപ്പുറത്തേക്ക് കടൽഭിത്തിയുമുണ്ട്. അതുകൊണ്ട് ഇതിനപ്പുറത്തേക്ക് ഒരു കാരണത്തിലെത്തുമ്പോൾ അല്ലെങ്കിൽ വലിയ വാഹനങ്ങൾ കൊണ്ടുവന്ന് ഈ വള്ളം എടുത്തു മാറ്റേണ്ട ഒരു സാഹചര്യം, അത് നിലവിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ 2 വള്ളമാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് കടലെടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. അതൊരു കാരണവശാലും നല്ല രീതിയിൽ തിരിച്ചു കിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഒരു വള്ളം നഷ്ടപ്പെടുകയോ അതിന് കേടുപാട് സംഭവിച്ചാൽ 30,000 മുതൽ 50,000 രൂപ വരെ അത് പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് ചെലവരും. ഒപ്പം തന്നെ എഞ്ചിനുകളാണ് പ്രധാനമായി അവരുടെ ആശങ്ക. അതുകൊണ്ട് തന്നെ വളരെ മുമ്പ് തന്നെ അവർ പരമാവധി എഞ്ചിനുകൾ വള്ളത്തിൽ നിന്ന് എടുത്തു മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോഴും സമാന രീതിയിൽ തന്നെ കടൽ കയറി തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്തല്ല ഇപ്പോൾ കടലുള്ളത്. അതുകൊണ്ട് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഇവർ എഞ്ചിനാണ് ഏറ്റവും വില കൂടിയത്. സ്വാഭാവികമായും എഞ്ചിന് കേടുപാടുകൾ അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പ്രതീക്ഷിക്കുന്ന തുകയിലൊന്നും തന്നെ ഇവരുടെ നഷ്ടപരിഹാരം കാര്യങ്ങളോ എല്ലാം തന്നെ എത്തില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത് എടുത്തു മാറ്റിക്കൊണ്ടുള്ള നടപടികളാണ് ഇപ്പോൾ പ്രധാനമായും മത്സ്യത്തൊഴിലാളികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വള്ളത്തിന് കേടുപാടുകൾ സംഭവിക്കുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇത്രയധികമായി വെള്ളം ഇപ്പോൾ കരയിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട്. പൂർണ്ണമായും വള്ളവും കഴിഞ്ഞ് വെള്ളം എത്തുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഇനി ആ ഗുരുതരമായ ഒരു സാഹചര്യത്തേക്ക് തന്നെ കാര്യങ്ങൾ പോകും. അധികൃതരുടെ ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. രാജേഷ്, കെ പ്രശാന്താണ് പൂന്തുറയിൽ നിന്നും തത്സമയ വിവരങ്ങൾ പങ്കുവച്ചത്.